of the morning to all ladies and gentlemen. Welcome back to another video. Top of the morning എന്ന് പറയുന്നത് എൻ്റെ ഇൻട്രോ ആണ്. ഇപ്പോൾ വൈകിട്ടായി ആക്ച്വലി ഒരു 5 മണി കഴിഞ്ഞു, 6 മണി. അപ്പം 6:30 ആകുമ്പോൾ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് എങ്ങോട്ടാണ്? വി ആർ ഗോയിങ് ടു മൂന്നാറിലേക്ക് പോവാണ്. 1 വർഷമായി ഈ പ്ലാൻ നടക്കുന്നു. ഞാൻ നാരായണൻകുട്ടി, അംജിത്ത് ലുക്കാച്ചൻ, പിന്നെ ലൈഫ് ഓഫ് ഷോർട്ട് കോൾ, പിന്നെ ആദ്യ ഷിഫിൻ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ നമ്മളെ ഇപ്പോൾ ഇറങ്ങി. അംജിത്തൊക്കെ ഇപ്പോൾ ഓൺ ദ വേ ആണ്. റെയിൽവേ സ്റ്റേഷൻ എത്തിറങ്ങി. ഇപ്പോൾ ഓഫീസിലാണ്. കാർത്തികാരൻ്റെ ബ്ലോഗൊക്കെ അപ്ലോഡ് ചെയ്ത് ഇനി പരിപാടിയൊന്നുമില്ല. എല്ലാ ടാസ്കും കഴിഞ്ഞു. ബാഗൊക്കെ പാക്ക് ചെയ്ത് ബാഗ് ഹെൽമറ്റ്. സ്കൂട്ടറിലാണ് പോകുന്നത്. വണ്ടി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ട്രെയിൻ എടുക്കുക. നമുക്ക് വേണ്ടി അവിടെ പിടിച്ചിട്ടിട്ടുണ്ട് ട്രെയിൻ. 7:15 ഇവിടെ വരാമെന്ന് പറഞ്ഞു, ചെറുക്കാൻ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ എറണാകുളത്ത് പോകും. എറണാകുളത്ത് നമ്മൾ നേരെ റൂമുണ്ട്, അവിടെ നിൽക്കാൻ പറ്റും. അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് രാവിലെ 7 മണിയാകുമ്പോൾ ഇറങ്ങും. നേരെ മൂന്നാറിലോട്ട്. അപ്പോൾ ഇറങ്ങുന്നതൊക്കെ എല്ലാം രാവിലെ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ പാർട്ട് മാത്രം ഞാൻ ഇന്നായിട്ട് ഇടാന്ന് വെച്ചു. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. നൈക്കി, അഡിബാസ്, കത്തിക് സൂര്യ തന്ന വാച്ച് എവറിത്തിങ്. പിന്നെന്തുള്ള വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം, കുറച്ച് എക്സോസ്റ്റഡ് ആയിപ്പോയി. പറ്റില്ല. എൻ്റെ റൂമിൻ്റെ അകത്ത് ഒറ്റയ്ക്ക്, ഈ വീട്ടിലിപ്പം ഇതാണ് ഓഫീസ്. ഇതിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കിരുന്ന് എഡിറ്റ് ടയറിങ് ബ്രോ. ഒറ്റയ്ക്ക് മടുപ്പ്, ആരും സംസാരിക്കുകയില്ല. ശോകം. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഈ കാർത്തികൻ്റെ കല്യാണ സമയത്തൊക്കെ ആൾക്കാരെ ഉണ്ടായിരുന്നു. ഭയങ്കര ബഹളം, നല്ല രസമായിരുന്നു. ഇപ്പോൾ ആരുമില്ല. പിന്നെ വല്ലപ്പോഴും ചായ കുടിക്കാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങും. അപ്പോൾ ഇറങ്ങുമ്പോൾ കുറച്ച് നല്ല ചില്ലാണ്. അങ്ങനെ ഒരു ദിവസം ഇപ്പം 4 ചായക്കാണ് കുടിക്കണം. ഇവിടെ അടുത്തൊന്നുമല്ല, കഴക്കൂട്ടം ഇങ്ങോട്ട് പോരും. 5 കിലോമീറ്റർ അങ്ങനെ കാണും. ബൈക്ക് എടുത്തുകൊണ്ട് ചിൽ റൈഡ് പോയി ചായ കുടിക്കും, തിരിച്ചു വരും, മേടിച്ച് ചെയ്യും, റിപ്പീറ്റ് അങ്ങനെ ചെയ്യണം. ഇപ്പോൾ മടുപ്പെന്ന് പറഞ്ഞാൽ മടുപ്പാ. ഒറ്റയ്ക്കിരിക്കണമെങ്കിൽ ഇത്തിരി കണ്ടിക്കും. വീഡിയോ ഒന്നും കൂടെ നോക്കേണ്ടി വന്നു ഞാൻ എന്തൊക്കെ പറഞ്ഞു നോക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ കാര്യത്തിന് കുറച്ച് ഫ്രണ്ട്സ് വിളിച്ചായിരുന്നു, എന്താ വീഡിയോ ഇടാത്ത. കാരണം അവർക്ക് എന്താ ഇടുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ വിളിച്ചു പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് നല്ല ഫൺ സാധനമാണ് ഇത്. ശരിക്കും നമ്മളിങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് ഇടുമ്പം നമുക്ക് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നുന്ന സാധനങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് ചിലപ്പം ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കും. മനസ്സിലായോ? അപ്പം എന്താ ജിമ്മിൽ പോകുമ്പോഴൊക്കെ കാണുന്നവരുണ്ട്. അബ്രാമേ തള്ളിയതാണ് എനിക്ക് മനസ്സിലായി. പിന്നെന്താ കണ്ടിട്ട് എഡിറ്റിങ്ങിൻ്റെ ഈ ഭാഗമൊക്കെ കൊള്ളാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവം, അതൊക്കെ എടുത്ത് പറയുന്നവരുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം സംസാരിക്കാത്തതുകൊണ്ട് പറ്റണില്ല ഒരുമാതിരി. എന്തായാലും ട്രിപ്പിന് പോകാം. ബൈ ദ ബേ കമ്പി ഇളക്കി ഇത് ലെവലല്ലായിരുന്നു, പല്ല് ഫ്രണ്ട് ലെവലല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി. അപ്പം ഓക്കെയാണ്. പക്ഷേ എനിക്ക് ബൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ചരിഞ്ഞൊക്കെ ഇരിക്കും. അത് വിഷയമല്ല, ലെവലല്ലേ, അത് പോരേ. അപ്പം കുറേ പേര് ചോദിച്ചു വീഡിയോൻ്റെ കാര്യം ഇടാത്തന്നെ തന്നെ. സത്യം പറഞ്ഞാൽ വീഡിയോ ഇടുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഇങ്ങനെ സംസാരിക്കണത് സംഭവമൊക്കെ അത് വേറൊരു ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ മനസ്സിലായി, നല്ല രസമാണ്. പിന്നെ അറിഞ്ഞുകൊടുത്ത ആൾക്കാരൊക്കെ കമ്പനിയായി, കുറേ പേര് കമ്പനിയായി. മനസ്സിലായോ? അത് നല്ലൊരു ഇതാണ്. പുതിയ കണക്ഷൻ വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ദിസ് ഈസ് ദാറ്റ് കുഫി ഡൂട്ട്. അതിൻ്റെ സംസാരവും ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർ മാത്രം പ്ലീസ് ഡു സബ്സ്ക്രൈബ്. I'm actually making these kind of videos just for my mom, dad and few of my people. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബാക്കി വിശേഷം കാണാം. ഞാൻ ഇറങ്ങട്ടെ. ഇപ്പോൾ തന്നെ 6 മണിയായി, 6:30 അവിടെ എത്തണം. അപ്പോൾ ശരി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ 6 കഴിഞ്ഞു. 6:45 നമ്മളിതോ ഓടിപ്പൊളിച്ച് പോകുന്നുണ്ട്. ബാക്കി എറണാകുളത്തേക്കല്ല, ട്രെയിനിൻ്റെ അകത്ത് കയറി കയറും. എൻ്റെ ഹെൽമെറ്റൊക്കെ വെക്കേണ്ട ലോക്കറിലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാവാൻ ബാക്കി. ഓക്കെ, ട്രെയിനിൽ കയറി അങ്ങനെ ഹെൽമെറ്റ് വെക്കാനായിട്ട് പോയി. എൻ്റെ ഹെൽമെറ്റാണ്. ഇത് വയ്ക്കാൻ പറ്റൂല. ഇന്ന് എവിടെ പോയാലും ഫുള്ളാ. ഇതുകൊണ്ട് പോയി. ഇനിയിപ്പം ഇത് നമ്മുടെ കൂടെ മറ്റേ മാൻഡ്രക്കോല ഉണ്ടല്ലോടാ കൂടെ. നമുക്ക് ഒരുമിച്ച് മേടിക്കാം. ഇനി മുതൽ നീല ടോയ്ലറ്റിനും ചുവപ്പ് ബാത്റൂമിനും ഹാർപിക് ഇപ്പോൾ ലാഭകരമായ ഇരട്ട പാക്കിൽ. അങ്ങനെ ട്രെയിന് മാറി കളിച്ചു. ഇപ്പോഴത്തെ സീറ്റ് മാറി കളിച്ചില്ല. എന്തൊരു സൗണ്ട് കേട്ടോ, അത് വിഷയമില്ല. ട്രെയിനാണ് വിഷയമില്ല. വീലൂരി പോകാറുണ്ട്. അങ്ങനെ കംഫർട്ടബിൾ സീറ്റ് കിട്ടി. അംജിത്ത് ആൻഡ് വിഷ്ണു, നമ്മുടെ ചെറുക്കൻ കുറച്ച് സ്നാക്സ്. അതൊക്കെ കുറച്ചുള്ളൂ.
ഇതും കുറച്ച് എറണാകുളം എത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ലുക്കാച്ചൻ ആൻഡ് ഷോർട്ട് ഗേൾ ഓൾറെഡി എറണാകുളത്ത് എത്തിക്കഴിഞ്ഞു. നേരെ ഒന്നും പറയാൻ പറ്റാത്തത് ഓട്ടോ ആയിരുന്നു. ട്രെയിൻ തപ്പി ഓട്ടോ ആയിരുന്നു. അപ്പോൾ ട്രെയിൻ കിട്ടി. ഹാപ്പിയാണ്. ഇനി ചിറു എറണാകുളത്ത് എത്തിക്കാണ്. ഹായ് ഗൂഫി വ്ലോഗ്. എന്ത് ഇത്ര പോരെ നിനക്ക്? ഇതിന്റെ 2 തീർന്നു. പറഞ്ഞു വരികരുത്. വാച്ചൊക്കെ എവിടെ നിന്ന് വിന്റേജ്? ഓ മൈ ഗോഡ്. ഇടയ്ക്കൊക്കെ എനിക്ക് വാങ്ങിച്ചു തരാം. വാങ്ങിച്ചതല്ലേ ആ വാച്ച്? അത് ഞാൻ ബാഗിൻ്റെ അകത്താക്കി. നമുക്കത് വാങ്ങിച്ചു തരുന്നത്. ഒരെണ്ണം എനിക്ക്. ശരി, എറണാകുളത്തേക്ക് കടന്നു. അങ്ങനെ നമ്മുടെ എറണാകുളം സൗത്ത് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഉറക്കക്ഷീണത്തിരിക്കുന്നു. ഞാൻ നമ്മുടെ ക്ഷീണമൊന്നുമില്ല. ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുക. ഞാൻ ഉറക്കക്ഷീണോടെ ഞാൻ ഒന്നും കഴിച്ചില്ലേ. ഞാൻ ആലപ്പുഴ അറിയുന്നത്. കുറെ കുറുക്കുറൊക്കെ കൊണ്ടുവന്ന് ചെറുക്കൻ കഴിച്ച്. നീയൊക്കെ വിളിച്ച് സ്റ്റെപ്പ് ഡൗൺ. മുടുക്കൻ അപ്രീഷിയേറ്റ്. താങ്ക് യു ബ്രോ, താങ്ക് യു. അപ്രീഷിയേറ്റ്. അങ്ങനെ നമ്മൾ പടി ചവിട്ടുകയാണ്. ഇനി നാളെ രാവിലെ ഉള്ള സംഭവങ്ങളാണ്. നാളെ രാവിലെ നമ്മൾ മൂന്നാർ പോകും. പക്ഷെ അതൊക്കെ നെക്സ്റ്റ് വീഡിയോ. ഇത് സൗത്ര. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് അടി എന്ന് പറയുമ്പം മറ്റേ ഉപ്പും മുളകും ഇന്നും പോകാനാണ് വെച്ചിരുന്നത്. പക്ഷെ അവിടെ ശോകം എന്ന് പറയുന്നുണ്ട്. നാരായണകുട്ടി പറഞ്ഞ അവിടെ ഒരു തട്ടുകടയുണ്ട്, അങ്ങോട്ട് പോകാൻ പനമ്പള്ളിയിൽ നിന്ന് കാരണം അവിടെ പോയി ഫുഡ് അടി ബാക്കി പരിപാടി നടക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നേരെ കിടന്ന് ഉറങ്ങണം. നാളെ രാവിലെ 7 മണിക്ക് എണീക്കണം. അപ്പോൾ ഇത് ചെറിയൊരു വ്ളോഗാണ്. ഓക്കെ, നല്ല രസമുണ്ട് രാത്രി, നല്ല രസം. പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടി കുറേ കാലമായില്ലേ പുറത്തോട്ടൊക്കെ ഇറങ്ങണ്ടേ. എൻ്റെ എന്താണ് പൈമരൊക്കെ ഇറങ്ങി. എൻ്റെ ഹെൽമെറ്റ് ഉണ്ട്, പിന്നെ മാടം പാക്ക് 2-3 ദിവസത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി നമുക്ക് നേരെ നാരായണക്കുട്ടിയുടെ റൂമിലേക്ക്. ഓക്കെ. അങ്ങനെ ഓട്ട പിടിച്ചു. ഡീക്കാത്ലോൺ എത്തി. നമ്മൾ തരതി ചെറുക വിഷയമായിരുന്നു. ഇവിടുത്തെ എന്തോ പ്രൈവറ്റ് ബസ്സിനെക്കാട്ട് തോൽപ്പിച്ച് പെട്ടെന്ന് എത്തി. ഭാഗ്യം ഒരു ചത്തില്ല, ഒന്നില്ല ഭാഗ്യം. എപ്പോഴാണ് അവിടെ എത്തണം? ഇന്റർസെപ്റ്റർ നല്ല റോഡ്. അപ്പോൾ ശരി, ഇത് നടന്ന് റൂമെത്തി ഗൈസ്. ഇതാണ് നാരായണക്കുട്ടിയുടെ റൂം. മുകളിൽ താഴെ വേറെ ആരാണ്. മുകളിൽ സന്തോഷേട്ടൻ നാരായണക്കുട്ടിയുടെ ബ്ലോഗ് ഉണ്ടല്ലോ, അറിയാം. സന്തോഷേട്ടൻ തളർന്ന് ഇനി കൂടി ചെല്ലട്ടെ. ഓക്കെ, അല്ല ഹാപ്പി ബർത്ത്ഡേ ടു യു. റൂം ടൂർ. പിന്നെ ഫുഡ് കഴിക്കാൻ പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ പനമ്പള്ളി ബുക്ക് ചെയ്തു. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഊബർ ബുക്ക് ചെയ്തു. അങ്ങോട്ട് പോവാണ്. നല്ല സ്ഥലം, തുടച്ചോട്ടെ. വീണ്ടും നല്ല സ്ഥലം. ചെറിയ പോക്കറ്റ് റോഡ്. നമ്മൾ ഊബർ എത്തിയിട്ടുണ്ട്. ഫുഡ് അടിക്കാൻ കാണാനേ. ആ ഊബർ എത്തിയിട്ടുണ്ട്. ഇനി ഊബറിലോട്ട് തന്നെ പോകാം. ഓക്കെ, സെറ്റ്. ഊബർ ചേട്ടൻ അങ്ങോട്ട് പോയി. ഇതാ പോകുന്നു. നമ്മൾ കഴിക്കാൻ ഇതാ ഉപ്പും മുളക് എത്തിയിട്ടുണ്ട്. അവിടെയാണ് നേഷൻ എന്താ ചെയ്യുന്നത്. അവിടെ അതാ തന്നെ കുറേ കട ഉണ്ടല്ലോ. ഇത് നെടുമങ്ങാടല്ല. നെടുമങ്ങാടല്ല. നമുക്ക് എന്താ ഇടപെടാൻ ഓർഡർ ചെയ്യും.